ഹായ്, ഞാൻ മനു. ഞാൻ റീസെന്റ് പോപ്പുലർ ഹുണ്ടായിരുന്ന ഒരു പ്രൈം എസ് ഡി ടാക്സി സെഗ്മെന്റ് എടുക്കേണ്ടായിരുന്നു. ഞാൻ ഒരുപാട് വണ്ടികൾ ആക്ച്വലി പ്രിഫർ ചെയ്തതാണ്. ഞാൻ ആക്ച്വലി മാരുതിയുടെ ഡിസയർ ബുക്ക് ചെയ്തിരുന്നതാണ് ടാക്സി. അതിനുശേഷം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ എനിക്ക് പ്രൈം എസ് ഡി ഒരു ദിവസം ഞാനൊരു ടെസ്റ്റ് ഡ്രൈവ് നടത്തി. ഞാനൊരു അറൌണ്ട് ഒരു 35 കിലോമീറ്ററോളം കംപ്ലീറ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. അതിന്റെ പേര് നെക്സ്റ്റ് ഡേ ഞാൻ ഡിസയർ ബുക്കിംഗ് ക്യാൻസൽ ചെയ്തിട്ട് ഈ വണ്ടി ബുക്ക് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വണ്ടി ഇപ്പോൾ എടുത്തിട്ട് ഒരു 2 മന്ത്സോളായി. ഏകദേശം ഒരു 55 ദിവസമാണ് വണ്ടി ഓടിയേക്കുന്നത്. അറൌണ്ട് ഒരു 11,000-12,000 കിലോമീറ്ററോളം വണ്ടി റണ്ണിങ് ആയി കഴിഞ്ഞു. ഈ ഒരു റീസെന്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഓവറോൾ ടോട്ടലി ഗുഡ് എക്സ്പീരിയൻസ് ആണ്. എസ്പെഷ്യലി വണ്ടിയുടെ ഫീച്ചേഴ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു ടാക്സി സെഗ്മെന്റിൽ അങ്ങനെ സ്റ്റിയറിംഗ് കൺട്രോൾ യൂണിറ്റ് ഉള്ള വേറെ വണ്ടി ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. സോ അത് പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക് മിറർ കൺട്രോൾസ് ഉണ്ട്. കമ്പാരിറ്റീവ്ലി ഡിസൈറിനെ കമ്പയർ ചെയ്യുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ബൂട്ട് സ്പേസ് ഒരുപാട് സ്പേഷ്യസ് ആണ്. പിന്നെ ഓഫ് കോഴ്സ് ഇതിന്റെ മൈലേജ് എനിക്ക് തോന്നുന്നു ഫുൾ ടാങ്ക് CNG ഇത് ഒരു അറൌണ്ട് 230-240 കിലോമീറ്റേഴ്സോളം നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. സോ ടോട്ടലി ഒരു ഗുഡ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ ലാസ്റ്റ് ഒരു 50-55 ഡേയ്സ് വണ്ടി ഓടിച്ചതിൽ. ഓക്കെ, വണ്ടിയുടെ ആക്ച്വലി എനിക്ക് ഇതിന്റെ ഒരു പർച്ചേസ് പ്രൊസീജിയർ വളരെ സിമ്പിൾ ആയിരുന്നു പോപ്പുലറിന്റെ ഭാഗത്തുനിന്ന്. എനിക്ക് തോന്നുന്നു ഒരു 2-3 ഫോൺ കോൾസിൽ തന്നെ കംപ്ലീറ്റ് പ്രോസസ്സ് അവർ കംപ്ലീറ്റ് ചെയ്തു. ഡോക്യുമെന്റേഷൻ, ബാക്കി പ്രോസസ്സ് എല്ലാം വണ്ടി ഇനീഷ്യൽ ഒരു ഡേയിൽ കാണാൻ പോയി എന്നല്ലാതെ ഒരു 2-3 ഡേയ്സിൽ ബാക്കിയെല്ലാം അവർ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷമാണെങ്കിലും ആഫ്റ്റർ സെയിൽസ് ഇതിന്റെ ഒരു സർവീസ് പാർട്ട് എന്ന് പറയുന്നത് എനിക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് പോപ്പുലറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആക്ച്വലി ഇതിപ്പോ സെക്കൻഡ് സർവീസ് കഴിഞ്ഞു. റീസെന്റ് 2-3 ഡേയ്സ് ബാക്കാണ് ഒരു സെക്കൻഡ് സർവീസിന്റെ കഴിഞ്ഞത്. അതാണെങ്കിൽ പോലും നമ്മൾ വണ്ടി കൊണ്ടു ചെല്ലുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് എല്ലാ കാര്യങ്ങളും പോപ്പുലറിന്റെ ഭാഗത്തുനിന്നുള്ള സ്റ്റാഫ്, അവരുടെ ടെക്നീഷ്യൻസ് എല്ലാം പ്രോപ്പർലി മാനേജ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് വണ്ടി സർവീസ് ചെയ്ത് നമ്മളുടെ കയ്യിലേക്ക് കിട്ടി. സോ അതേപോലെ തന്നെ ഈ വണ്ടി എടുക്കുന്നതിന്റെ ഒരു പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രൈസ് റേഞ്ച്. ഞാൻ കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു ഞാനൊരു 2-3 ടാക്സി സെഗ്മെന്റിലുള്ള വണ്ടികൾ, സെഡാൻ കാറ്റഗറിയിലുള്ള വണ്ടികൾ ഞാനൊരു പ്രൈസ് കമ്പാരിസൺ നടത്തിയിരുന്നു. സോ കമ്പാരിറ്റീവ്ലി ഏറ്റവും റേറ്റ് കുറഞ്ഞ് എനിക്ക് ഈ ഒരു സെഗ്മെന്റിൽ ഇത്രയും ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ട് കിട്ടിയത് ഹുണ്ടായുടെ ഈ വണ്ടിയാണ്. സോ അതും ഒരു മെയിൻ റീസൺ ആണ് ഈ വണ്ടി എടുക്കുന്നതിന്. സോ ഞാൻ ഈ കാറ് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് ഈ കാറിൽ. സോ അതേപോലെ തന്നെ ഐ സജസ്റ്റ് പോപ്പുലർ ഹുണ്ടായി ആൻഡ് പ്രൈം എസ് ഡി ഫോർ അതർ കസ്റ്റമേഴ്സ് ആൻഡ് അതർ മെമ്പേഴ്സ്.